ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ എന്തായി? എല്ലാവരും അടിച്ചു പൊളിച്ച. അപ്പം ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നലെ പിന്നെ എല്ലാവർക്കും ഒരുവിധമുള്ളവർക്കൊക്കെ നോമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 30 നോമ്പൊക്കെ എടുത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ ഇന്നലെ വീണ്ടും നോമ്പ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ പത്തിരി ചുട്ട് അതുപോലെ തന്നെ മുട്ടക്കറിയും ആണ് ഉണ്ടാക്കിയത്. പിന്നെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് പേരാണ് ഞങ്ങളുള്ളത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ അത് ബാക്കിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് മാത്രമാണ് എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം സബോള വഴറ്റുക, നന്നായിട്ട് കുക്കറിൽ തന്നെ എല്ലാം വഴറ്റുക. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? തേങ്ങ ചിരണ്ട മടിക്കാണ് നമ്മളിങ്ങനെ കൊത്ത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരച്ച മിക്സി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളത് അങ്ങനെ എടുത്തിട്ടുള്ളത്. എന്താ കഴുകാണ്ട് എടുത്തെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോഴത്തേനും നമ്മുടെ സബോളൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി അധികം വേണ്ട, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നലെ എനിക്കിതൊന്ന് ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നി. നമുക്ക് നോമ്പായി കഴിഞ്ഞാൽ പല ആഗ്രഹങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഇങ്ങനത്തെ ഒരു കറിയാണ് വെച്ചത്. ഇനി 4 മുട്ട പുഴുങ്ങിയത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, പിന്നെ കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ വറ്റൽമുളക്, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അത് കറിയിലേക്ക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കുക. നല്ല ടേസ്റ്റ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ എരിവിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ഉമ്മ ഇവിടെ ഇന്നലെ ചക്ക വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ അതിൽ കൂടെ തന്നെ ചെയ്ത് വെച്ച്. അപ്പോൾ അത്രയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായത്. കൂടുതൽ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പത്തിരിയും പിന്നെ മുട്ടക്കറി, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാ പണിയും അടുക്കളയത്തെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ ബാങ്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടൊക്കെ മേശയുടെ മുകളിൽ കൊണ്ടുവച്ച്. പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ വീണ്ടും നമ്മൾ നോമ്പ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വിശപ്പല്ല, പക്ഷേ എന്തോ പോലെ വെള്ളം ഇങ്ങനെ കുടിക്കണം എന്നിങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് മേശയുടെ മുകളിൽ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോഴത്തേനും പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ മുറിച്ച് ഉള്ളത് വെച്ചിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുടിച്ച്. പിന്നെ അപ്പം തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഓരോ വഴിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഭാഗമാണ് ഇതിട്ടാ മുട്ടക്കറിയും പത്തിരിയും കൂടെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.